ആളുകളിലും രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം കണ്ടുവരാറുണ്ട്. അതുപോലെ അവർക്ക് തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻസ് വന്നു പോവുകയും അതുപോലെ തലവേദന ഉണ്ടാവുക അല്ലെങ്കിൽ തലപെരുപ്പ് ഉണ്ടാവുക, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ, കയ്യിലേക്കും കാലിലേക്കും ഒക്കെ വേദന തോന്നുക, ഉറക്കം പ്രോപ്പർ അല്ലാതിരിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ഏകദേശം 60 ml എങ്കിലും രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ 30 മില്ലിഗ്രാം എങ്കിലും ഓരോ മാസവും ഓരോ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഈ ബ്ലീഡിങ് വഴി നമ്മൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ചെറിയ തരത്തിലൊന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ നെഞ്ചിടിപ്പ് തോന്നുന്നത്. ഹലോ എവരിവൺ, നമസ്കാരം. ഞാൻ ഡോക്ടർ നസ്ല. പല ആളുകളിലും രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം കണ്ടുവരാറുണ്ട്. അതുപോലെ അവർക്ക് തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻസ് വന്നു പോവുകയും അതുപോലെ തലവേദന ഉണ്ടാവുക അല്ലെങ്കിൽ തലപെരുപ്പ് ഉണ്ടാവുക, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ, കയ്യിലേക്കും കാലിലേക്കും ഒക്കെ വേദന തോന്നുക, ഉറക്കം പ്രോപ്പർ അല്ലാതിരിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ രക്തക്കുറവിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവുമെന്ന് പറയാം. അപ്പം പ്രായഭേദമന്യേ പല ആളുകളിലും കണ്ടുവരുന്ന പ്രശ്നമാണ് ഈ വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവെന്നൊക്കെ പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. നമ്മൾ സാധാരണയായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ WBC, RBC, ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയുന്നതിൻ്റെ അളവിലൊക്കെ ഉള്ള വേരിയേഷൻസ്. ഇപ്പോൾ നമ്മുടെ ഈ ചുവന്ന രക്താണുക്കളിലോ അല്ലെങ്കിൽ ശീതരക്താണുക്കളിലോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിലൊക്കെ വരുന്ന വേരിയേഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വിളർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രക്തക്കുറവ് ഉണ്ടാകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നും അതുപോലെ അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ രക്തക്കുറവ് എന്ന് പറയുകയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട്. ഒന്നുകിൽ രക്തം പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഉണ്ടാവും, അത് മറ്റേതെങ്കിലും തരത്തിൽ ലോസ് ആയി പോകുന്നുണ്ടാവും, ബ്ലീഡിങ് വഴി എങ്ങാനോ നമ്മൾക്കത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മൾക്ക് ഈ അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് പറയണത് വെച്ചാൽ RBC, ചുവന്ന രക്താണുക്കളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിലാണ്. അപ്പോൾ ചുവന്ന രക്താണുക്കളിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജനെ ഓരോ കോശങ്ങളിലേക്കും വഹിച്ചു കൊണ്ടുപോകുന്നത്. ഒരു വാഹനം എന്ന പോലെ എല്ലാ കോശങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ RBC കുറയുന്ന സമയത്ത് നമ്മൾക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തില്ല. കോശങ്ങളിൽ ഓക്സിജൻ എത്താത്ത കാരണമാണ് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുന്നത്, തല കറങ്ങുന്നത്, ചിലർക്ക് ചെവിയിലേക്കാണെങ്കിലും ഒരു പിരിമുറുക്കം പോലെ തോന്നുന്നത്, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ക്ഷീണം വന്ന പോലെ മാസങ്ങളോളം ക്ഷീണം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ചില ആളുകളിലാണെങ്കിൽ ഈവൻ കാലിലേക്ക് ചെറിയ തരത്തിലുള്ള നീരുണ്ടാവുന്നത് പോലും ഈ നീർക്കെട്ട് പോലെ തോന്നുന്നതൊക്കെ നമ്മൾക്ക് ഈ ഒരു WBC അല്ലെങ്കിൽ RBC ഒക്കെ കുറയുന്ന കാരണമാണ്. നമ്മുടെ ശരീരത്തിൽ RBC ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള രക്തത്തിലെ കോശങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മജ്ജയിൽ വെച്ചിട്ടാണ്, നമ്മുടെ എല്ലിൻ്റെ അകത്ത് മജ്ജയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബോൺ മാരോയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബോൺ മാരോയ്ക്ക് അകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള RBC അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചുവന്ന രക്താണുക്കളോ ഉണ്ടാക്കാതെയാവാം. ആ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷനുകളാവാം, അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആവാം, ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി ആവാം, അയണിൻ്റെ ഡെഫിഷ്യൻസി എല്ലാം ആവാം. ഈ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രക്താണുക്കൾ ഉൽപ്പാദിക്കപ്പെടില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉൽപ്പാദനം നടക്കുന്നുണ്ട്, പക്ഷേ അത് ബ്ലീഡിങ് വഴി പുറത്തു പോവുകയാണെങ്കിലും നമ്മൾക്ക് ഈ ക്ഷീണം അനുഭവപ്പെടാം. അതിൽ പ്രധാനമാണ് സ്ത്രീകളിൽ പറയുകയാണെങ്കിൽ മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ഏകദേശം 60 ml എങ്കിലും രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ 30 മില്ലിഗ്രാം എങ്കിലും ഓരോ മാസവും ഓരോ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഈ ബ്ലീഡിങ് വഴി നമ്മൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ അയണിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. ഈ അയണിൻ്റെ കണ്ടൻറ്റ് ഇല്ല എങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ RBCയുടെ പ്രൊഡക്ഷനോ നടക്കില്ല. അപ്പം കൂടുതൽ ആളുകളിലും വിളർച്ച പറയുകയാണെങ്കിൽ
90% മേലെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത് 90% മേലെ നമ്മൾക്ക് അയൺ കുറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ അയൺ നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാകാറുണ്ട്. മുലയൂട്ടുന്ന അമ്മമാരിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്തൊക്കെ സ്ത്രീകളിൽ ഏകദേശം 730 മില്ലിഗ്രാമോളം അയൺ ചിലവാകുന്നുണ്ട്. അപ്പോൾ അവർക്കും ആവശ്യമായിട്ടുള്ള അയൺ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ക്ഷീണം ഉണ്ടാവാം, അല്ലെങ്കിൽ തലവേദന മാറാതെ വരാം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ ആർത്തവിരാമത്തിന് ശേഷമാണെങ്കിലും സ്ത്രീകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവൻ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിലും പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഗർഭിണികളിലാണെങ്കിൽ നമ്മൾക്കറിയാം, അവർക്ക് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തന്നെ അയണിൻ്റെയും ഫോളിക് ആസിഡിൻ്റെ ഒക്കെ സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അയണ് അവർക്ക് മാക്സിമം RBC ഉൽപ്പാദിക്കപ്പെടാനും അവരുടെ ശരീരത്തിൽ രക്തക്കുറവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാരണങ്ങളല്ലാതെ നമ്മുടെ ശരീരത്തിൽ അയൺ, അതുപോലെ ഫോളിക് ആസിഡ്, ഫോളേറ്റ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾക്ക് അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ കുടലുകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുടലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അത് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ചില ആളുകളിൽ അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ കണ്ടുവരുന്നു, അതുപോലെ മുതിർന്നവരിലാണെങ്കിലും പലതരത്തിലെ വിരശല്യം, ഹുക്ക് വേം ഇൻഫെക്ഷൻ എന്നൊക്കെ പറയും, അതിലൂടെയാണെങ്കിലും നമ്മൾക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ പൈൽസ് ഉള്ള ആളുകളിലാണെങ്കിലും ബ്ലഡ് ലോസ് കണ്ടുവരാറുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഫോളിക് ആസിഡും അയണും നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അതുകൊണ്ടും നമ്മൾക്ക് പലപ്പോഴും വിളർച്ച പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തക്കുറവ് ഉണ്ടാകാം. അപ്പോൾ രക്തക്കുറവ് ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾക്ക് സാധാരണയായിട്ട് മാനേജ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ തന്നെ പറയുന്നത് അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അയൺ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മൾ പാല് കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നതിലൂടെ, മീൻ കഴിക്കുന്നതിലൂടെ, ഇറച്ചി കഴിക്കുന്നതിലൂടെ, നല്ല പച്ചക്കറികൾ കഴിക്കുന്നത്, ഇലക്കറികളായിട്ടുള്ള പച്ചക്കറികൾ, മുരിങ്ങ, അതുപോലെ ചീര പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയൊക്കെയാണ് നമ്മൾക്ക് ഒരുപാടായിട്ട് അയൺ കിട്ടുന്നത്. അതുപോലെ ഒരുപാട് ബീൻസ് കഴിക്കുകയാണെങ്കിൽ, അതുപോലെ നട്ട്സ് കഴിക്കുകയാണെങ്കിലും, അതുപോലെ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ളവ, അനാറ് തുടങ്ങിയിട്ടുള്ളവ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ B12 അളവാണ് നമ്മൾക്ക് ഡെഫിഷ്യൻസി ഉള്ളതെങ്കിൽ അത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതും ഏറ്റവും അധികം കഴിക്കേണ്ടത് മീനുകളാണ്. ചെറിയ മത്സ്യങ്ങൾ, മത്തി പോലെയുള്ള മത്സ്യങ്ങളാണ് ഒരുപാട് കഴിക്കേണ്ടത്. ചൂര കഴിക്കാം, അയല കഴിക്കാം. ഇപ്പം ഒരു ഉദാഹരണത്തിന് ദിവസം നമ്മൾ കറിയിലിട്ട മത്തി ഒരു 3 എണ്ണം കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ തന്നെ കാൽഷ്യവും നമ്മൾക്കത് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പാൽ ഉൽപ്പന്നങ്ങളിലും ഒരുപാട് വൈറ്റമിൻ B12 ഉണ്ട്. അതുപോലെ ബീഫ് കഴിക്കുന്നതാണെങ്കിൽ ബീഫിൻ്റെ ലിവറിലാണെങ്കിലും എല്ലാം നമുക്ക് വൈറ്റമിൻ B12 കണ്ടന്റ് ഉണ്ട്. അതുപോലെ പാലിലും അതുപോലെ മുട്ടയിലാണെങ്കിലും വൈറ്റമിൻ B12 കണ്ടന്റ് ഉണ്ട്. അതുപോലെ കടൽ മത്സ്യങ്ങളിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ B12 ഉണ്ട്. കടൽ മത്സ്യങ്ങളാണെങ്കിൽ ഷെൽ ഫിഷുകളിൽ കൂടുതലായിട്ട്, ചെറിയ മത്സ്യങ്ങളിലും ഷെൽ ഫിഷുകളിലും ഉണ്ട്. നമ്മൾ കടിക്ക അല്ലെങ്കിൽ ക്രാബ് പോലെയുള്ളതിലൊക്കെ ആണെങ്കിൽ നമുക്ക് വൈറ്റമിൻ B12 അളവ് ആവശ്യത്തിനധികം കിട്ടുന്നതാണ്. അത് ചില ആളുകളിൽ ഈ ഭക്ഷണമൊക്കെ നോർമലായിട്ട് കഴിക്കുന്നുണ്ടാകും, എങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവില്ല, ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടാവില്ല. ആഗിരണം ചെയ്യപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുടലുകളിൽ വെച്ചാണ് ആഗിരണം ചെയ്യപ്പെടേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കുടലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതിൻ്റെ ലൈനിങ്ങുകൾ, കുടലിൻ്റെ ലൈനിങ്ങുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആഗിരണം ചെയ്യപ്പെടാതെ പോവാം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആഗിരണം ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഏത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെയും വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസ് ഞാൻ പറയാം. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, നമ്മൾ ഇറച്ചിയോ അല്ലെങ്കിൽ മീനൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു നാരങ്ങ അല്ലെങ്കിൽ ലെമണൊക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ കാണാം, നമ്മളിപ്പം ബീഫൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫിഷൊക്കെയാണ് അതിൻ്റെ മേലെ ലെമൺ ആഡ് ചെയ്തിട്ട് വെക്കുന്നത്, ലെമണിൻ്റെ കട്ട് ചെയ്ത് വെക്കുന്നത് കാണാം. ഈ ലെമൺ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിലുള്ള അയണിൻ്റെ കണ്ടന്റ്, അതുപോലെ ഫോളിക് ആസിഡിൻ്റെ കണ്ടന്റ് ഒക്കെ വളരെ വേഗത്തിൽ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലൊക്കെ ആണെങ്കിലും മത്സ്യം കഴിച്ചതിന് ശേഷം ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് പേരയ്ക്ക കഴിക്കാം, നാരങ്ങ കഴിക്കാം, മാംഗോ കഴിക്കാം, പപ്പായ കഴിക്കാം, ഏതാണെങ്കിലും ഈവൻ നെല്ലിക്കയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും മതി. പക്ഷേ ഇതൊരു അബ്സോർപ്ഷൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ സീഡുകളിൽ അല്ലെങ്കിൽ വിത്തിനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് അയണിൻ്റെ കണ്ടന്റ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ
കാരക്ക കഴിക്കുന്നത്, ഡേറ്റ്സ് കഴിക്കുന്നതിലും ഒരുപാട് നമുക്ക് അയണിൻ്റെ കണ്ടന്റ് കിട്ടും. അപ്പം ഒരു ദിവസം 1-2 എള്ളുണ്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എള്ളും കാരക്കയും ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിട്ടുള്ളൊരു മിക്സിങ് കോംബോ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എള്ളും അതുപോലെ കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടെ കാരക്കയും കൂടെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ കട്ടിയുള്ള തൈര് അല്ലെങ്കിൽ യോഗേർട്ട് കഴിക്കുന്നതിന് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള അയണിൻ്റെ കണ്ടൻറ്റ് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പല ആളുകൾക്കും രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് 1-2 ഏത്തപ്പഴം എടുത്തതിലേക്ക് കുറച്ച് നമ്മൾ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് ഒരല്പം തേനും കൂടെ ചേർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശർക്കരയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഈ ഏത്തപ്പഴത്തിൽ ഒരുപാട് അയണിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ശർക്കരയിലാണെങ്കിലും ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റും കോപ്പറിൻ്റെ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ആവശ്യത്തിൻ്റെ ന്യൂട്രിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ബീട്രൂട്ട് അത് വേവിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് ബീട്രൂട്ടിൽ ഒരുപാട് അയണിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ വേവിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം. നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി ഒരു നെല്ലിക്കെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലും ഒരുപാട് അയണിൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റും കൂടെ കൂടുതലുള്ളതാണ്. പിന്നെ നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്ന ഇലക്കറികളൊക്കെ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിലൊരല്പം നാരങ്ങ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ ഭക്ഷണത്തിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ ശേഷം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് തൈര് കഴിക്കുക എന്നുള്ളത്. അത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം പ്രോപ്പറാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡൈജഷൻ പ്രോപ്പർ അല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഹാഫ് ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ കൂട്ടി കഴിക്കുകയാണെങ്കിലും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം ഒന്ന് പ്രോപ്പർ ആവാനും അവർക്ക് ഡൈജഷൻ പ്രശ്നമുള്ള അല്ലെങ്കിൽ ദഹനം പ്രോപ്പർ അല്ലാത്ത ആളുകൾക്ക് ഇത് സഹായിക്കുകയും കൂടെ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ ആയിരിക്കും നമുക്ക് രക്തക്കുറവുണ്ട് എന്നുള്ളത് അറിയാറുള്ളത്. അപ്പോൾ നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ RBC ചെക്ക് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുക. അതുപോലെ സീറം ഫെറിറ്റിനാണ് നമ്മൾ അയൺ കണ്ടൻറ്റ് പ്രോപ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഒരുപാട് തരം ടെസ്റ്റുകളുണ്ട്, RW പോലെയുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് രക്തക്കുറവുണ്ടോ അല്ലെങ്കിൽ വിളർച്ചയുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ, നിങ്ങൾ നോർമലി ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ പലപ്പോഴും നിങ്ങളുടെ കൈ പിടിച്ച് നോക്കിയിട്ട് പ്രസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് രക്തക്കുറവുണ്ടെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു കാപ്പിലറി ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെയുള്ള രക്തം മാറിയിട്ട് ഒരു വൈറ്റ് കളറിലായിട്ട് വരും. ആ വൈറ്റ് കളർ മാറാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് കൈ വിട്ട് കഴിഞ്ഞാൽ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 1-2 സെക്കൻഡിനുള്ളിൽ അത് അവിടെ ഫില്ല് ചെയ്ത് നമുക്ക് റെഡ് കളർ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അതിനധികമായിട്ട് 2-3 സെക്കൻഡിൽ കൂടുതൽ, പക്ഷേ മാക്സിമം 2 സെക്കൻഡാണ്. 2 സെക്കൻഡിന് മേലെ ആവുകയാണെങ്കിൽ 3-4 സെക്കൻഡൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫില്ലിങ് നടക്കുന്നതെങ്കിൽ ആ റെഡ് കളർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളർച്ചയുള്ള ലക്ഷണങ്ങളാവാം. അതാണ് ഒന്നാമത് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, അതുപോലെ തന്നെ ചുളിവുകൾ പെട്ടെന്ന് വരിക എന്നുള്ളത്. മുഖത്താണെങ്കിലൊക്കെ നമ്മൾക്ക് പ്രായത്തിന് മുന്നേ തന്നെ, പ്രായം നോക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകൾ വന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ചുളിവ്, കുറേ കാലങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾക്കൊരു ചുളിവ് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് നമ്മൾക്ക് വിളർച്ചയുടെ ഒരു ലക്ഷണമാവും. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിയുന്നത്, ഈ ചുളിവുകളുടെ കൂടെ തന്നെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിയുടെ ഉള്ളു കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇതൊരു അനീമിയയുടെ അല്ലെങ്കിൽ വിളർച്ചയുടെ ലക്ഷണങ്ങളാവാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ കൈകാലുകളിൽ അമിതമായിട്ടുള്ള തണുപ്പ് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ കാലിലൊക്കെ സാധാരണയായിട്ട് നമ്മൾക്ക് ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ രക്തക്കുറവുണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ മസിൽ കോച്ചി പിടിക്കുന്ന പോലെ പ്രശ്നം, അല്ലെങ്കിൽ മസിൽ വേദന ഉണ്ടാകുന്നതൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തക്കുറവുണ്ടാവാം. നിങ്ങളുടെ മസിലുകളിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തുന്നുണ്ടാവില്ല, രക്തം എത്താത്ത കാരണം ഉണ്ടാകുന്ന വേദനയാവും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അഞ്ചാമതായി പറയുന്നതാണ്, നമ്മൾ എന്തെങ്കിലും കുറച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ തരത്തിലൊന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ നെഞ്ചിടിപ്പ് തോന്നുന്നത്, അപ്പോൾ കൂടുതലായിട്ട് ഹൃദയമിടിപ്പ് തോന്നുക, നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക, കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോഴേക്കും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് കിതപ്പ് അനുഭവപ്പെടുന്നതൊക്കെ അതും രോഗലക്ഷണങ്ങളാവാം. അതുപോലെ തന്നെ ആറാമതായിട്ട് പറയുന്നതാണ്, നമ്മൾക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കാത്ത പോലെ, എന്ത് കാര്യങ്ങളും നമ്മൾ ഓർത്ത്
ചെയ്യണം എന്ന് ഓർത്താൽ നമ്മളത് മറന്നു പോകുന്ന ഒരു ടെൻഡൻസി. അതിൻ്റെ കൂടെ തന്നെ തലവേദന വിട്ടുമാറാതെ വരും. അത് അധികമായിട്ടുള്ള ഭയങ്കര തലവേദന, മൈഗ്രെയിൻ ഒന്നും പോലെയുള്ള തലവേദന ആയിരിക്കില്ല. ചെറിയ തലത്തിൽ തലവേദന, തലപെരുപ്പ് ഉണ്ടാവുക, അതുപോലെ തല കറങ്ങുന്ന പോലെ ഒരു ടെൻഡൻസി ഉണ്ടാവുക, ചില ആളുകൾ ചെവിയിൽ നിന്നൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെയൊക്കെ തോന്നുന്നതും അതുപോലെയൊക്കെയുള്ള ക്ഷീണങ്ങൾ ഇതിൻ്റെ കൂടെയായിട്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തക്കുറവ് ഉണ്ടാവാം, അല്ലെങ്കിൽ വിളർച്ചയുടെ ലക്ഷണങ്ങളാവാം. ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ 3 എണ്ണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രക്തക്കുറവ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണയിലെത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വ്യത്യാസം വരുത്തിയിട്ട് തന്നെ നിങ്ങൾക്കിത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരു മാസക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷ് ആണെങ്കിലും മുട്ടയാണെങ്കിലും അതുപോലെ തന്നെ ഇലക്കറികളാണെങ്കിലും ഡേറ്റ്സ് ആണെങ്കിലും പാലാണെങ്കിലും ഒക്കെ കഴിച്ചിട്ട് വ്യത്യാസം വരുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളൊക്കെ തിരുത്തി കൊണ്ടുവരാം, നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട അസുഖങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത രീതിയിൽ ഇത്രയും മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മാനേജ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളുടെ കൂടെ വൈറ്റമിൻ സിയും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് മാനേജ് ചെയ്യാൻ, രക്തക്കുറവ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ വിളർച്ചയുള്ള ആളുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്